വാചകമടി കൊണ്ട് ഭരിക്കാൻ കഴിയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ വന്നിരുന്നു പറഞ്ഞ പകലാണിന്ന്. ആ പകലാണിന്ന്. ഒരു മുഖ്യമന്ത്രി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന ഈ വിസ്മയിക്കാൻ പോകുന്ന കേരളത്തിന്റെ കാതിലേക്ക് വന്നു പതിച്ച ധനകാര്യ ബഡ്ജറ്റ്. എന്താണ് ആ ബഡ്ജറ്റിൽ ഉള്ളത്? 100% വാചകമടി. കൃത്യമായി VD സതീശൻ നാളിതുവരെ കൊണ്ടുവരുന്ന വാചകമടി അതിന്റെ യഥാർത്ഥ രൂപേണ നടന്നു പോകുന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ 5 പദ്ധതിയിൽ തലപ്പൊക്കത്തിൽ ഒന്നാമത് നിൽക്കുന്ന പദ്ധതി. ഈ നാട്ടിലെ മിഡിൽ ക്ലാസ്സിലേക്ക്, ഈ നാട്ടിലെ ലോവർ ക്ലാസ്സിലേക്ക്, ഈ നാട്ടിലെ ആരോഗ്യ പരിപാലനത്തിനായി പാടുപെടുന്നവർക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ്. എത്രയാ മാറ്റി വെച്ചിരിക്കുന്നത്? 10 കോടി. വെറും 10 കോടി. ഇത് കണ്ടിട്ട് കണ്ണ് തള്ളി സാമ്പത്തിക വിദഗ്ധർ, മാധ്യമ പ്രവർത്തകർ, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ സംഘടനകൾ, ഒന്നും മിണ്ടാത്ത ഭരണകക്ഷി സംഘടനകൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പ്രഹസനം എന്നുള്ളതല്ലാതെ എന്തു പറയണമെന്ന് അറിയില്ല എന്നൊരവസ്ഥയിലേക്ക് പോവാണ്. 10 കോടി രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. വാചകമടി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ മുങ്ങിത്താണ് പോയ ബഡ്ജറ്റാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞിരുന്നു 1000 രൂപ മാസം അവർക്ക് കൊടുക്കും, ഒരു ഗിഫ്റ്റായി അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. മിണ്ടിയിട്ടില്ല. ക്ഷേമ പെൻഷൻ 2000-ൽ എവിടെ നിർത്തിയോ അതേപോലെ നിർത്തുന്നു. ജനങ്ങളെ, ഇത് വലിയ ഒരു കണ്ണു തുറക്കലിന്റെ അവസരമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിക്കളഞ്ഞ പെൻഷൻ. ഇങ്ങനെ പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന അതികായനെ നമ്മൾ വളരെ മോശമായി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊരു ചിന്തയെ നിങ്ങൾക്ക് വേണ്ട. ഉമ്മൻചാണ്ടി ആരാണെന്നും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഈ നാടിൽ എങ്ങനെ ജീവിച്ചു കടന്നു കഴിഞ്ഞു പോയെന്നും കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയ പെൻഷൻ 600-ൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഉയർത്തി നിർത്തി. പിന്നീട് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി. അവസാനമാണ് ആ പെൻഷൻ വേറൊരു ലെവലിലേക്ക് എത്തിപ്പെട്ടത്. എന്തുമാവട്ടെ, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ പെൻഷൻ മിണ്ടിയിട്ടില്ല. 2000-ൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. എങ്ങും സാമ്പത്തിക ബാധ്യത എന്ന് മുറവിളിയാണ്. ബഡ്ജറ്റ് തുടങ്ങി അവസാനിക്കും വരെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിലും കൂടുതൽ VD സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇൻവേർട്ടഡ് കോമയിട്ട് അതിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുത്താൽ അതിന്റെ നമ്പർ വലിയ രീതിയിൽ കൂടും. എന്താണത്? സാമ്പത്തിക ബാധ്യതയിൽ കിടന്ന് കേരളം മുങ്ങിത്താണിരിക്കുന്നു എന്ന്. എല്ലാം മുൻവിധിയോടെ കാണുന്നതിന്റെ. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രഖ്യാപനമോ ഒരു പരാമർശമോ ഇല്ല എന്നുള്ളതാണ്. കൊടുത്തിരിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയോ ഓർഡിനറി ബസ്സിൽ നിന്ന് മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുമോ? ബസ്സുകളുടെ എണ്ണം കൂട്ടുമോ? ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രഖ്യാപിച്ച വിഷയത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല എന്നുള്ളതാണ്. ആശമാരുടെ ഓണറേറിയം വർധന ഒരു കമന്റ് പോലുമില്ല. നാമമാത്രമായി ആദ്യ ക്യാബിനറ്റിന് ശേഷം പ്രഖ്യാപിച്ചത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഒരു ബഡ്ജറ്റിൽ പോലും ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാത്ത ധനമന്ത്രി, മുഖ്യമന്ത്രി ശക്തമായി കടബാധ്യതയിലേക്ക് ഞെരുക്കിക്കളയുന്നു. സാമ്പത്തിക ബാധ്യതയിലേക്ക് കേന്ദ്രം ഞെരുക്കിക്കളയുന്നു. കേന്ദ്രത്തിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഗവർണർ നയപ്രഖ്യാപനം നടത്തിയപ്പോൾ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്ന, കേന്ദ്രത്തിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത VD സതീശൻ ഇപ്പോഴും അത് തന്നെ തുടരുന്നു. കേന്ദ്രത്തിനെ കുറിച്ച് ഈ ബഡ്ജറ്റിൽ ഒരക്ഷരം മിണ്ടാതെ അതിവിധേയത്വത്തിന്റെ വലിയ രീതിയിലേക്ക് കടന്നുപോയ ഒരു ബഡ്ജറ്റ് ആകുന്നു എന്നതാണ്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ വാചകമടിയിൽ ഒതുങ്ങിയ ഈ ഭരണം. വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല.